പോയിന്റ്സ് കൂടുതൽ ഫോൾ ഉണ്ടാവും, 1.5 ടൈംസ് കൂടുതൽ. ഓക്കെ, 1 0 to 1 സെയിം ആൻഡ് 2 to 3 സെയിം ഉണ്ടാവണം, 0 to 1 and 2 to 3 സെയിം ഉണ്ടാവണം, 4 to 5 അതിൻ്റെ 1.5 ഉണ്ടാവണം. അതാണ് കാൽക്കുലേഷൻ. ഭയങ്കര ഡീപ്പ് കാൽക്കുലേഷൻസ് ആണ്, കൂടുതലായിട്ട് എനിക്ക് തരാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങനെ. അപ്കമിങ് വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഇതൊക്കെ ലോജിക്കാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എനിവേ ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി പിന്നെ കാര്യമാണ്. സോ ഇപ്പോൾ ഞാൻ ചാർട്ട് നോർമലി ആക്കി തരാം, നമ്മുടെ നോർമൽ ഇത് തന്നെ. സോ നാളത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. നാളെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓർ താഴേക്ക് പ്രൈസ് വരുവാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, പ്രൈസ് ഷാർപ്ലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ബുള്ളിഷ് ഡൈവർജൻസ് ഉണ്ട്, ബിയറിഷ് ഡൈവർജൻസ് ഇല്ല. ഇപ്പോൾ ബുള്ളിഷ് ഡൈവർജൻസ് ആണ് കൂടുതലുള്ളത്. സോ പ്രൈസ് താഴേക്ക് വന്നാലും സഡൻ മുകളിലേക്ക് ഷോർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ സസ്റ്റെയിൻ ആവണം. റെസിസ്റ്റൻസ് ഫസ്റ്റ് ചെയ്തായിരിക്കും 24,000. ഓക്കെ, ദെൻ 24,004.